ഒരു കള്ളന്റെ കഥ പറയാം. ഒരു കാലത്ത് ബഗ്ദാദ് ഭരണകൂടത്തെ, ബഗ്ദാദ് ജനതയെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഇബ്നു സബാത്ത് എന്ന പേരുള്ള ഒരു പെരുങ്കള്ളൻ. പേര് സുപരിചിതമാണെങ്കിലും ആളെ രൂപമോ കോലമോ ആരും കണ്ടിരുന്നില്ല. കള്ളന്റെ ശല്യം വല്ലാതെ അതിക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്നു സബാത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ബഗ്ദാദ് ഭരണകൂടം പ്ലാൻ ചെയ്യുകയും അവസാനം ഇബ്നു സബാത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ജനത ഒന്നടങ്ക് ഞെട്ടുകയുണ്ടായി. കാരണം കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് ഇത്രയും കാലം ബഗ്ദാദിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന പെരുങ്കള്ളൻ. കുട്ടിയായതുകൊണ്ട് തന്നെ ബഗ്ദാദ് ഭരണകൂടം കേവലം 10 അടി മാത്രം കൊടുത്തുകൊണ്ട് വിട്ടയച്ചു. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇബ്നു സബാത്ത് വീണ്ടും കളവ് നടത്തുകയും വീണ്ടും പിടികൂടുകയും 10 വർഷം ജയിലിലിടുകയും ചെയ്തു. അതിന്റെ ശേഷം ആളുകളൊക്കെ വിചാരിച്ചു ഇബ്നു സബാത്ത് നന്നായി എന്ന്. ഇബ്നു സബാത്ത് വീണ്ടും പുറത്തിറങ്ങി വീണ്ടും വലിയൊരു കളവ് നടത്തി. ഇതോടുകൂടിയിട്ട് ഇസ്ലാമിന്റെ കൈമുറിക്കണം, കട്ടവന്റെ കൈമുറിക്കുക എന്ന നിയമം ഇബ്നു സബാത്തിലും നടപ്പാക്കി. ഇബ്നു സബാത്തിന്റെ ഒരു കൈ മുറിച്ചു മാറ്റി. ഇബ്നു സബാത്ത് വാശി കൂടിക്കൊണ്ടേയിരുന്നു. ഓരോ സമയവും തനിക്ക് ശിക്ഷ നടപ്പാക്കുന്നതിനനുസരിച്ച് ഭരണകൂടത്തോടും ജനതയോടും വാശി കൂടി അവസാനമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു കളവ് നടത്താൻ കയറിയത് ഒരു വയോവൃദ്ധന്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിലേക്ക് ഇബ്നു സബാത്ത് കയറുകയും ആ വീട്ടിലുള്ള 25ഓളം കമ്പിളി പുതപ്പുകൾ ഇബ്നു സബാത്ത് മോഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൈയില്ലാത്ത ഇബ്നു സബാത്ത് കൈയിന്റെ ആ കമ്പിളി പുതപ്പിന്റെ കയറ് കെട്ടാൻ പ്രയാസപ്പെടുന്ന സമയത്ത് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു വൃദ്ധൻ വന്ന് ഇബ്നു സബാത്തിനെ കയറ് കെട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അങ്ങനെ ആ ഒരു കമ്പിളി പുതപ്പുകൾ മുഴുവനും കെട്ടിക്കൊണ്ടുപോയി ഇബ്നു സബാത്തിനെ ആ വീട്ടിൽ നിന്നും ഇബ്നു സബാത്തിന്റെ നാട്ടിലേക്ക് ഏകദേശം നാടിന്റെ അതിർവരമ്പ് വരെ പാടങ്ങളും ചെളികളും താണ്ടിയിട്ട് ഇബ്നു സബാത്തിനെ സഹായിക്കുകയും ചെയ്തു ഈ വൃദ്ധനായ ആള്. അങ്ങനെ ഇബ്നു സബാത്തിന് വല്ലാത്ത ആശ്ചര്യം തോന്നി. കള്ളനായ എനിക്ക് ഇത്രമാത്രം സഹായം ചെയ്ത ഈ വൃദ്ധൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്തുദ്ദേശത്തിന്റെ പുറത്താണ് ഇയാൾ എന്നെ ഇങ്ങനെ സഹായിച്ചത്? കാരണം ഇനി എന്നെ ഒറ്റ കൊടുക്കാനാണോ എൻ്റെ നാട് വരെ വന്ന് എനിക്കൊരു കൈയില്ലാത്തത് കൊണ്ട് അയാൾ വൃദ്ധനായ ആള് ആ കെട്ടുകളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് എൻ്റെ നാട് വരെ എന്നെ കൊണ്ടാക്കി. പിറ്റേ ദിവസം ഇബ്നു സബാത്ത് ഇയാളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലേക്ക് വീണ്ടും വന്നു. ആ വീട്ടിലേക്ക് നോക്കിയപ്പോൾ ഈ വൃദ്ധനായ ആളും 25 കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളോട് ചോദിച്ചു, ഇതാരുടെ വീടാണ്? ആ ആള് പറഞ്ഞു, ഇതാണ് ബഗ്ദാദിലെ പണ്ഡിതനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ ഒരു നിമിഷം ഇബ്നു സബാത്ത് വല്ലാതെ ഒരു മനപ്രയാസത്തിലാവുകയും ജുനൈദുൽ ബഗ്ദാദി എന്ന ഇന്നലെ തന്നെ സഹായിച്ച വൃദ്ധനായ താൻ ശകാരിച്ച ആ വയോവൃദ്ധന്റെ അരികിൽ പോയി മാപ്പപേക്ഷിക്കുകയും അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായി പിൽകാലഘട്ടത്തേക്ക് വലിയ ഒരു പണ്ഡിതനായി, ഒരു ചിന്തകനായി, മഹാനായി ഈ ഒരു കാലഘട്ടത്തിൽ ബഗ്ദാദിനെ വിറപ്പിച്ചിരുന്ന പെരുങ്കള്ളനായ ഇബ്നു സബാത്ത് മാറിയെങ്കിൽ അവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സാന്ത്വനം, ഒരു തലോടൽ മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരുണ്ടാകും, ചിലപ്പോൾ വഴി പിഴച്ചുപോയ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പറ്റു കൂട്ടുകാരുണ്ടാകും. നമ്മളൊക്കെ അവരെ വിഷയങ്ങളൊന്ന് കേൾക്കുകയും അവരൊന്ന് സമാധാനിപ്പിക്കുകയും അവർക്ക് ചെറിയ രൂപത്തിൽ ചില കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും അവർ ധാർമ്മിക ബോധത്തിലേക്ക് മാറും എന്ന ഒരു ശുഭപ്രതീക്ഷ ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.